ഹലോ ഗൈസ്, വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി എജ്ബോർഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ തംബ്നെയിൽ കണ്ടോ അല്ലേ? നമുക്ക് പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിച്ചാലും നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ഓക്കെ, ദേശീയ വരുമാനം കണക്കാക്കൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിന് എപ്പോഴും മാറി മാറി ചോദിക്കുന്ന ഒരു സംഭവമാണ് സ്റ്റോക്ക് ഏതാ ഫ്ലോ ഏതാന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവും, പക്ഷേ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇതിലെ സ്റ്റോക്ക് ഏതൊക്കെയാണ് ഫ്ലോ ഏതൊക്കെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ പലപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിക്കോട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക സ്റ്റോക്കും ഫ്ലോ എന്തെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇപ്പോൾ ഉദാഹരണം, എൻ്റെ മുമ്പിലൂടെ ഒരു കുപ്പിയുണ്ട് അല്ലേ? ഈ കുപ്പിയിൽ നിന്നും വെള്ളം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണെന്ന് വിചാരിക്കുക. ഇതാ ഒഴിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? ഇത് പരീക്ഷണ ലാഭമൊന്നുമല്ല, ഈ ഗ്ലാസ്സിലുള്ള വെള്ളമാണ് ആക്ച്വലി എന്ത് സ്റ്റോക്ക് എന്ന് പറഞ്ഞത്. കാരണം എന്താ, ഇതൊരു ഫിക്സഡ് എമൗണ്ട് ആണല്ലേ. ഇനി ഞാൻ ഇതിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഗ്ലാസ് എന്ന് അറിയുന്നവരെ എനിക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കാം അല്ലേ? ഇപ്പം ഞാൻ ഈ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അഥവാ കുപ്പിയിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന വെള്ളം, ആക്ച്വലി ഇതാണ് ഫ്ലോ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, വെള്ളം ഒഴുകുന്ന സാധനമാണ്, നമ്മൾ അതിനെന്ത് ചെയ്യാറുണ്ട്, ഫ്ലോ എന്ന് പറയാറുണ്ട് അല്ലേ? ഒഴുകുന്നതിന് നമ്മൾ ഫ്ലോ എന്നാണ് പറയാം. അപ്പോൾ അത് തന്നെയാണ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫിക്സഡ് ടൈമിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ടൈമിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഫ്ലോ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഒരൊറ്റ സമയത്ത് മാത്രമുള്ള സംഭവമാണ് ഒരു ഫിക്സഡ് ടൈമിൽ നമുക്ക് പറയാൻ പറ്റുന്നവരാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിനെ ബേസിക്കലി നിങ്ങളത് മനസ്സിലാക്കാൻ എളുപ്പവഴിക്ക് വേണ്ടി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നോക്കിക്കോളൂ, ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നിശ്ചിത കാലയളവിലേക്കാണ് കണക്ക് കൂട്ടുക, പീരിയഡിലേക്കാണ്. അതായത് ഇതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, അതേപോലെ എന്തായിരിക്കും അതിനൊരു എൻഡ് പോയിന്റ് ഉണ്ടാവും. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റും എൻഡ് ചെയ്യുന്ന പോയിന്റ് അല്ലേ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, സ്കൂളിലെ പീരീഡ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? ഫസ്റ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പം രാവിലെ 9 മണിക്ക് അല്ലേ? നിങ്ങളുടെ കഴിയാനായി എന്നൊരു മൈൻഡ് ഉണ്ടാവും. പോട്ടെ, 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് എത്ര മണി വരെ ഉണ്ടാവും? 9:50 വരെ ഫസ്റ്റ് പീരീഡ് ഉണ്ടാവും. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും ഉള്ള സംഗതിയാണ് ഒരു പീരീഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ പീരീഡിൽ വരുന്ന കാര്യങ്ങളാണ് ഫ്ലോ എന്ന് പറയുന്നത്. കാരണം ടീച്ചർ ഒരു ഫ്ലോയിൽ ഇങ്ങനെ ക്ലാസ് എടുത്ത് പോവുകയാണ് ചെയ്യുക. അങ്ങനെ ഒന്ന് മൈൻഡിലേക്ക് ആലോചിച്ചാൽ മതി. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പീരീഡുള്ള സമയമാണ്, അല്ലെങ്കിൽ ഒരു പീരീഡിലേക്ക് സമയത്തിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഫ്ലോ എന്ന് പറയുന്നത്. എന്നാൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? അല്ല, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണല്ലേ, അതൊരു പോയിന്റ് ഓഫ് ടൈമാണ്. പോയിന്റ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സമയം നമ്മൾ പറയുന്നത്, ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം എന്ന് പറഞ്ഞാൽ രാത്രി 8 മണിക്ക് ഞാൻ ഈ വീഡിയോ കണ്ടു, അങ്ങനെ പറയാം അല്ലേ? രാത്രി 8 മണിക്ക് ഞാൻ ഈ വീഡിയോ കണ്ടു. ഒരു നിശ്ചിത സമയത്ത് നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പറയുകയാണെങ്കിൽ സ്റ്റോക്ക് എന്നാണ് പറയാം. ഈ രണ്ട് വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നൊരു നിശ്ചിത കാലയളവിലേക്കും മറ്റൊരു നിശ്ചിത സമയത്തേക്കുമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, സ്റ്റോക്കും ഫ്ലോയും തരും, എന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്ത് ഗ്രൂപ്പ് ആക്കാൻ വേണ്ടി പറയും. ഇവിടെ തന്നിട്ട് നോക്കിക്കോളൂ, ബാങ്കിലെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത എമൗണ്ട് കറൻസി അവിടെ ബാങ്കിലുണ്ട് അല്ലേ? ഇതിപ്പോൾ ബാങ്കിൽ കിടക്കുന്ന ഡെപ്പോസിറ്റ് ആണെന്ന് വിചാരിക്കുക. ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ട്. അപ്പോൾ നിശ്ചിത എമൗണ്ട് ഒരു നിശ്ചിത സമയത്തൊക്കെ നമ്മൾ പറയുന്നത് അതെന്താണ് വരിക? അത് സ്റ്റോക്കാണ് വരിക അല്ല, സ്റ്റോക്കാണ്. ഇനി അതേപോലെ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും 2011 ജനസംഖ്യ, 2021 ജനസംഖ്യ. ഇതും എന്താണ്? ഒരു സ്റ്റോക്ക് തന്നെയാണ് അല്ലേ? ഇതും സ്റ്റോക്കിൽ തന്നെയല്ലേ വരിക? യെസ്, സ്റ്റോക്കിൽ തന്നെ വരിക. അടുത്തത് ക്യാപിറ്റൽ, മൂലധനം. എന്താ? ഇതും സ്റ്റോക്ക് തന്നെ വരിക. കാരണം എന്താ, മൂലധനം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത എമൗണ്ട് നമ്മുടെ കൈവശം ഉണ്ടാവും, അതിനാണ് മൂലധനം എന്ന് പറയുന്നത്. അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഐറ്റം മാറി. കാരണം എന്താ, ഇതൊരു ഫ്ലോ കോൺസെപ്റ്റ്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ ഓരോ കൊല്ലം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും, അത് കണ്ടിന്യൂ ചെയ്യുന്നൊരു സംഭവമാണ് അല്ലേ? കണ്ടിന്യൂ ചെയ്യുന്ന സംഭവമാണ്. അതുപോലെ ബർത്ത് റേറ്റ് എന്താണ്? ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന സംഭവമാണ്. നാഷണൽ ഇൻകം തന്നെയാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇതൊന്ന് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി കുറച്ച് സിമ്പിളായിട്ട് ഞാൻ ടെക്നിക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നവ മാത്രം ചേർത്തിട്ട് ഞാനൊരു എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ടേബിൾ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കോളൂ, സ്റ്റോക്ക് വേരിയബിൾസ് എന്താണ്, ഫ്ലോ വേരിയബിൾസ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കേണ്ട കാര്യം, ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് അളക്കുന്ന കാര്യങ്ങൾ നോക്കണേ. ഒരു പ്രത്യേക സമയത്ത് നമ്മൾ അളക്കുന്ന കാര്യങ്ങളാണ് എന്ത് വിളിക്കുക? സ്റ്റോക്ക് എന്ന് വിളിക്കുക. സ്റ്റോക്കിൻ്റെ മലയാളത്തിൽ നമ്മൾ പറയും ശേഖരം എന്ന് പറയാറുണ്ട് കേട്ടോ. ശേഖരം എന്നാണ് പറയുക. അപ്പോൾ ചിലപ്പോൾ ശേഖരം എന്താണെന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് തന്നെ മലയാളത്തിൽ തരും. അപ്പോൾ ശേഖരം ഒരു നിശ്ചിത സമയത്ത് നമ്മൾ അളക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ്, ഒന്ന് ബാങ്കിലെ നിക്ഷേപം, ഒരു രാജ്യത്തെ ജനസംഖ്യ, അതുപോലെ തന്നെ ഒരു രാജ്യത്തെ പണത്തിൻ്റെ പ്രധാനം പ്ലസ് അതിൻ്റെ കൂടെ പണത്തിൻ്റെ ചോദനം. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി ഉണ്ട്, അതുപോലെ സപ്ലൈ ഓഫ് മണി ഉണ്ട്. ഇത് രണ്ടും എന്താ വരിക? സ്റ്റോക്കിലാണ് വരിക. അതുപോലെ ഒരു രാജ്യത്തെ ജനസംഖ്യ എന്താണ്? സ്റ്റോക്കിലാണ് വരിക. ഇനി ഫ്ലോ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. നോക്കിക്കോട്ടോ, പ്രത്യേകത ഉണ്ട്. ഓവർ എ പീരിയഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത കാലയളവിലേക്ക് അളക്കുന്ന സംഭവമാണ് പറയുന്നത്. അതായത് മാസത്തിലാവാം, വർഷത്തിലാവാം, ആഴ്ചകളിലാവാം, അങ്ങനെ ചെയ്യുന്ന സംഭവമാണ് പറഞ്ഞത്. അതായത് ഒരു നിശ്ചിത കാലയളവിലേക്ക് നമ്മൾ അളവെടുക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞുതരാണ് ഫ്ലോ വേരിയബിൾ. ഫ്ലോയെ നമ്മൾ പറയാറുള്ളത് എന്താ പറയുക? ശേഖരം, അതുപോലെ പ്രവാഹം എന്ന് പറയാറുണ്ട് കേട്ടോ. എന്താ പറയുക? പ്രവാഹം എന്നാണ് പറയാറുള്ളത് കേട്ടോ.
ഫ്ലോൻ്റെ മലയാളമാണ് പ്രവാഹം എന്നാണ് ചേർക്കാറുള്ളത്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കേണ്ട മെയിനായിട്ട് നമുക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ വരുമാനം, ആളുകളുടെ വരുമാനം, അതുപോലെ ദേശീയ വരുമാനം. ഓക്കെ, വരുമാനം, ദേശീയ വരുമാനം, സമ്പാദ്യം, ഉപഭോഗം, നിക്ഷേപം, ജനനനിരക്ക്, കയറ്റുമതി, ഇറക്കുമതി. ഇത്രയും സംഭവം തന്നിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ പഠിക്കണം? കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? കൺഫ്യൂഷൻ വേണ്ട, ഞാൻ പറഞ്ഞുതരാം. സിമ്പിളാണ് സംഗതി, നോക്കോ. അതായത് ഒരു വ്യക്തി, അയാൾക്കൊരു വരുമാനം കിട്ടും അല്ലേ? വരുമാനത്തെ നമ്മൾ വൈ എന്ന് എഴുതും അല്ലേ? ഈ വരുമാനത്താണ് എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ ചിലവ് നടത്തുക, കൺസംഷൻ നടത്തുക. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞിരിക്കുന്ന സേവിങ്സ് നടത്തുക. പിന്നെ ഈ കിട്ടിയ സേവിങ്സ് എന്നാണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറുള്ളത് അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ ഈ സേവിങ്സിനാണ് നമ്മൾ നടത്താറുള്ളത് അല്ലേ? ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കിട്ടിയ പൈസ കൊണ്ടാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുക? ആ രാജ്യത്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക അല്ലേ? എക്സ്പോർട്ട് ആ രാജ്യത്ത് പിന്നെയാണ് ചെയ്യുക. അതേപോലെ ആ കിട്ടിയ പൈസ കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ ആ രാജ്യത്തേക്ക് ഇമ്പോർട്ടും ചെയ്യുക അല്ലേ? ഈ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ. എന്താ പറഞ്ഞത്? ഒന്നുമില്ല, നമുക്ക് വരുമാനം കിട്ടും, ആ വരുമാനത്തെ നമ്മൾ ചിലവാക്കും, അതേപോലെ അത് നമ്മൾ സമ്പാദിച്ച് വെക്കും, പിന്നെ ആ സമ്പാദിച്ച വെച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും, പിന്നെ അത് വെച്ച് ഇമ്പോർട്ട് ചെയ്യും, പിന്നെ എക്സ്പോർട്ട് ചെയ്യും. ഇത്രയും കാര്യം കണക്റ്റഡ് ആണല്ലോ. ഇനി ജസ്റ്റ് ഒന്ന് നോക്കി, സമ്പാദ്യം എന്ന് പറയുമ്പോൾ നോക്കോട്ടോ. ഇപ്പോൾ വരുമാനം, നമ്മുടെ വരുമാനത്തെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. നമ്മുടെ വരുമാനം ഇവിടെ തന്നിട്ട് നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ, നമ്മുടെ വരുമാനമല്ല തന്നത്? യെസ്, വരുമാനമാണ് തന്നത്. അത് ദേശീയ വരുമാനമൊക്കെ സെയിമാണ്, നമ്മുടെ ഇൻകമായി, വൈ ആയി, ഉറപ്പല്ലേ? വൈ ആയി കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കിക്കോളൂ, ഈ വരുമാനത്താണ് നമ്മൾ സമ്പാദ്യം വെക്കുക. സമ്പാദ്യം എന്ന് പറയുന്നത് എന്താ? സേവിങ്സ്, അതുപോലെ കൺസംഷൻ, കണ്ടല്ലോ, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ സേവിങ്സ്, കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് മൂന്നും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തതാണല്ലേ? നോക്കി, നമ്മൾ സേവിങ്സിന് മാറ്റി, കൺസംഷന് മാറ്റി, ഇൻവെസ്റ്റ്മെൻറ്റിനും പൈസ മാറ്റി വെച്ചു. എന്തിനാ മാറ്റിയത്? വരുമാനത്തിനാണ് മാറ്റി വെച്ചത്. ഇനി ആ പൈസ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തത്? നോക്കിക്കോളൂ, എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്തത് ആ പൈസ വെച്ചിട്ട് തന്നെ ചെയ്തത് അല്ലേ? വളരെ സിമ്പിളാണ്. പിന്നെ അതിലൊരു കാര്യമുള്ള ബർത്ത് റേറ്റ് മാത്രമാണ്. ഓക്കെ, അത് ഓർത്തൊക്കെ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന പൈസയൊക്കെ ഉപയോഗിച്ച് നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? പിന്നെ നമ്മുടെ രാജ്യത്ത് ജനസംഖ്യ വർദ്ധിക്കുക, കൂടെ കുറേ, ഇതിനൊക്കെ കാരണമായിട്ടുള്ള സംഭവം എന്താണ്? അതാണ് ഈ പറഞ്ഞ ബർത്ത് റേറ്റ്. ബർത്ത് റേറ്റ് മാത്രമല്ല, ഡെത്ത് റേറ്റ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ പറയാറ് കേട്ടോ. അപ്പോൾ ഈ ജസ്റ്റ് കാര്യം ഇത് മാത്രം നിങ്ങൾ ആലോചിക്കുക. നമുക്ക് ഒരാൾക്ക് വരുമാനം കിട്ടുന്നു, ആ വരുമാനം വെച്ച് ചിലവ് നടത്തുന്നു, അതിൽ നിന്ന് പിന്നെ സേവിങ്സിക്ക് മാറ്റി വെക്കുന്ന പൈസ, ആ സേവിങ്സ് മാറ്റിയ പൈസ കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നു, അത് വെച്ച് നമ്മൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്നു. ഇത്രയും കാര്യമാണിത് ഒരു ഫ്ലോയിൽ അങ്ങനെ നടന്നു പോകണല്ലേ? നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇതൊക്കെ ഒരു ഫ്ലോയിലാണല്ലോ നമ്മുടെ ജീവിതം നടന്നു പോകുന്നത്. വരുമാനം കിട്ടുന്നത് ഒരു ഫ്ലോയിലാണ്. അങ്ങനെ ഒരു ഒരിക്കലും ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ കാര്യം ആലോചിച്ചാൽ മതി. ഇങ്ങനെ ആലോചിച്ചാൽ ഇത് വലിയ ബേർഡനായിട്ട് തോന്നില്ല. അപ്പോൾ ഇതിന് പെടാത്തൊക്കെ എന്തെങ്കിലും സ്റ്റോക്ക് ആയിരിക്കുന്ന കാര്യം ആലോചിക്കുക. അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് ഇതിൻ്റെ 3 മാർക്കിൻ്റെ ചോദ്യം പരീക്ഷയ്ക്ക് വന്നാൽ തരം തിരിച്ചെഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്ര കാര്യം മാത്രം ആലോചിക്കുക. നമ്മൾ പറഞ്ഞ വരുമാനം, ചെലവ്, സമ്പാദ്യം, നിക്ഷേപത്തിന് പിന്നെ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടും എക്സ്പോർട്ടൊക്കെ നടത്താനൊക്കെ പറ്റുന്നുണ്ട്. ബർത്ത് റേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫ്ലോ ആണ്. അതൊന്നും അല്ലാത്ത ബാക്കി എല്ലാ കാര്യം തന്നെ സ്റ്റോക്കാണ് വരിക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ വളരെ വൃത്തിയായിട്ട് പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സെൽഫ് ബൈ.